ഓണാഘോഷം വേണ്ടെന്ന് രക്ഷിതാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശം അയച്ച കടവല്ലൂർ സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. ഡിവൈഎഫ്ഐയുടെ പരാതിയിലാണ് നടപടി. ഓണം ഇതര മതസ്ഥരുടെ ആഘോഷമാണെന്നും അതിനാൽ മുസ്ലിങ്ങൾ ഇതിൽ പങ്കാളികളാകരുതെന്നും അധ്യാപിക സന്ദേശത്തിൽ പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡിയർ പാരന്റ്സ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് മെസ്സേജ് അയക്കുന്നത്. പല ഗ്രൂപ്പുകളിലും ഓണത്തിൻ്റെ പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത്. ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ്. തിബിയാൻ എന്ന് പറയുന്നതിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ഓണത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട്. ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക, മാവേലി വേഷം കെട്ടുക, പൂക്കളിടുക, അതുപോലെ മക്കൾ പറഞ്ഞിരുന്ന് പട്ടുപാവാട അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പിന്നെ മക്കൾ എന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ റബീഉൽ അവ്വലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണം. ആദ്യമേ തന്നെ നമ്മൾ ഒരു അറിയിപ്പ് എന്ന രീതിയിൽ പറയണം. ഈ അധ്യാപിക പറഞ്ഞതിനോട് നമ്മൾ ആരും ഒരു തരത്തിലും യോജിക്കുന്നില്ല. അവർ പറഞ്ഞത് നമ്മൾ സംപ്രേഷണം ചെയ്തു എന്ന് മാത്രം. വിവരങ്ങളുമായി ജെയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം ചേരുകയാണ്. ജെയ്സൺ ചാമുളപ്പിൽ, ഗുഡ് മോർണിംഗ്. ഓണം എന്നത് അത് മലയാളി എവിടെയുണ്ടോ അവിടെ നാനാജാതി മതസ്ഥരായ മനുഷ്യരെല്ലാവരും ചേരുന്ന ഒരുമയുടെ ആഘോഷമാണ്. അതിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ജൈനെന്നോ പാഴ്സിയെന്നോ ഒരു ഭേദവുമില്ലാതെ മലയാളി എവിടെയുണ്ടോ അവിടെ ഓണം എന്ന ആഘോഷവുമുണ്ട്. അതിനെ ഈ രീതിയിൽ വക്രീകരിച്ച് അവതരിപ്പിച്ച ഈ അധ്യാപികയോട് മാനേജ്മെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെയൊക്കെ നിലപാട് എന്താണ്? ഡിവൈഎഫ്ഐ കൊടുത്തിരിക്കുന്ന പരാതിയിൽ കേസായോ? വെരി ഗുഡ് മോർണിംഗ് സുജിയ. പ്രധാനമായും ആ ഓഡിയോ കേട്ടാൽ എങ്ങനെയാണ് പരാതി കൊടുക്കാതിരിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനമായും ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ തന്നെ ചോദിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ പരാതി കൊടുക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ പരാതി വളരെ ഗൗരവമുള്ള പരാതിയായിട്ട് തന്നെയാണ് പോലീസും കണക്കാക്കുന്നത്. പക്ഷേ ജാമ്യമുള്ള വകുപ്പാണ് ഇപ്പോൾ അതിൽ ചേർത്തിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. വിവിധ മതസ്ഥർ പഠിക്കുന്ന അവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. പൊതുവെ എല്ലാ സ്കൂളുകളിലും ഓണാഘോഷം വിപുലമായി നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം അതിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കഴിഞ്ഞ വർഷം ഗംഭീരമായി നടത്തി, ഇത്തവർഷം വളരെ ചുരുക്കി മാത്രം നടത്തേണ്ടതുള്ളൂ എന്നാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അതായത് ഇവരുടെ ഈ ടീച്ചറുടെ ഓഡിയോ മാനേജ്മെന്റിന്റെ കൂടി സമ്മതത്തോടു കൂടി ഇട്ടതാണ് എന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ വിവാദമായപ്പോൾ പ്രിൻസിപ്പൽ കൈയൊഴിഞ്ഞു. ആ ടീച്ചർ വ്യക്തിപരമായിട്ടതാണ്, സ്കൂളിന്റെ തീരുമാനമല്ല എന്നതാണ് പ്രിൻസിപ്പൽ നൽകുന്ന വിശദീകരണം. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഇതിൻ്റെ മേൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഉയർന്നിട്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ പരാതിയിന്മേൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സുജയ. ഓക്കെ ജെയ്സൺ, ഇതിന്റെ തുടർ പ്രക്രിയകൾ ഈ അധ്യാപികയ്ക്കെതിരെ ആ സ്കൂളിൽ തുടരാൻ അനുവദിക്കുന്നുണ്ടോ അതടക്കം അറിയേണ്ടതുണ്ടല്ലോ. കാരണം ഇങ്ങനെയുള്ള സന്ദേശങ്ങളാണ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതെങ്കിൽ ആ കുട്ടികളുടെ ഭാവി എന്താകും? അവരും ഇതേ രീതിയിലുള്ള വക്രീകരിച്ച ചിന്തകളുമായി വളരില്ലേ എന്ന ഒരു സംശയം ഉയർത്തുന്ന ഒരു സന്ദേശം തന്നെയാണ് അധ്യാപിക പങ്കുവച്ചത്. അതിനോട് ഒരു കാരണവശാലും മലയാളികൾക്ക് യോജിക്കാനും സാധിക്കില്ല. ഓണം നമ്മുടെ എല്ലാവരുടെയും ആഘോഷമാണ്. അതിൽ ജാതിയുമില്ല, മതവുമില്ല. അതായിരിക്കണം നമ്മുടെ നിലപാട്.